ഹായ്, ഞാൻ ശരിക്കും ഷോക്കായി പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തട്ടിപ്പാണ് ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആളുകളെ പറ്റിക്കുന്നതിനോടൊപ്പം തന്നെ മലയാളികളും ഈ തട്ടിപ്പിൽ പോയി പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ആൻഡ് റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. रशिया के अंदर 7 स्टार के पास 3 ऑप्शन है. टूरिस्ट वीजा भी अप्लाई कर सकते हो आप. अगर आपका बजट कम है तो टूरिस्ट वीजा पे भी हम जॉब आपको ऑफर कर देंगे. जॉब के अंदर आपको लाइक 80 to 1 लाख तक की सैलरी हम हमारी तरफ से आपको कोशिश करवा सकते हैं. ठीक है, 80 से स्टार्ट होती है, 1 लाख तक चली जाती है. उसके ऊपर आपकी शिद्दत है. इसके अलावा 15 मंथ वाला हमारे पास वीजा है, स्टडी वीजा, जो मतलब लैंग्वेज कोर्स है. इसके अलावा आप डिग्री पे भी जा सकते हो रशिया में. तीसरा ऑप्शन, अगर आपकी एज ज्यादा है तो आप बिजनेस वीजा पे भी जा सकते हो, जो 1 ईयर का होता है. तो जॉब सभी में मिलेगी आपको. जॉब का जो सैलरी क्राइटेरिया है वो 80,000 से 1 लाख तक होता है. तो आप रशिया के लिए अगर आप इंटरेस्टेड हो, भाई आपका बड़ी किसी कंट्री का बहुत अच्छी उसमें अगर आपका बजट कम है तो आप ट्राई कर सकते हो फॉर रशिया, चाहे आप टूरिस्ट करो. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോക്കി എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നുള്ളത്. പെണ്ണുങ്ങളെ വെച്ചിട്ട് ഒരു സ്ത്രീയാണ് ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത്. അതായത് ഇവർ പറയുന്നത് സ്റ്റഡി വിസ, പിന്നെ അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസയിൽ ജോലി ഇല്ലാത്തവർക്ക് നമ്മൾ വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ജോലിയാക്കി തരാം. സ്റ്റഡി വിസയിൽ ജോലി ഇല്ലാത്തവർക്ക് നമ്മൾ ലാംഗ്വേജ് കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജോലിയാക്കി കൊടുക്കും. 90,000 ശമ്പളം കൊടുക്കും. എന്നിട്ട് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ശരിക്കും തട്ടിപ്പ്. എന്നിട്ട് ഇത് വിശ്വസിക്കുന്ന, കാരണം നോർത്ത് ഇന്ത്യൻസിനൊക്കെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു നോർത്ത് നിന്നുള്ള ആൾക്കാരെ പറ്റിച്ച് ഇഷ്ടം പോലെ പഞ്ചാബികളൊക്കെ ഇവിടെ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കണം. അതിൽ ഒരു പകുതിയോളം പഞ്ചാബികൾ ഓൾറെഡി ഡിപ്പോർട്ട് ചെയ്ത് നാട്ടിലേക്ക് അയച്ചു. എന്നിട്ട് ഇപ്പോഴും കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഇവിടെ ഉണ്ട് നിൽക്കുന്നത്. അതായത് ഈ ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് ഒരിക്കലും വേറെ ഓപ്ഷൻ ഇല്ല. അവർ ഇത്രയും 5 ലക്ഷം 5.5 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് വരുന്നത്. 6 ലക്ഷം 7 ലക്ഷം രൂപയൊക്കെ ടൂറിസ്റ്റ് വിസയിൽ വാങ്ങിച്ച ആൾക്കാരുണ്ട് ഈ പഞ്ചാബികൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന്. അത്രയും വലിയ തുകയൊക്കെ കൊടുത്തിട്ടാണ് റഷ്യയിലേക്ക് കൊണ്ടുവന്ന് പെടുത്തിയിരിക്കുന്നത്. പിന്നെ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ അങ്ങനെയൊക്കെ പെട്ട് ഒളിച്ചും പാത്തും നിന്ന് ജീവിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരി ഷോക്കായതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്നിരുന്നാലും ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും പോയി പെടരുത്. കാരണം വർക്ക് വിസ എന്നുള്ളത് കുറച്ച് വൈകി കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് വർക്ക് വിസ എന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് ലാഗ് ആണെങ്കിൽ പോലും അതൊരു വർക്ക് വിസയാണ്. ഒരിക്കലും കാരണവശാലും ടൂറിസ്റ്റ് വിസ, ചാസ്നിയ വിസ, പ്രൈവറ്റ് വിസ, പിന്നെ ഈ വിസ, ഇലക്ട്രോ ബയോമെട്രിക് വിസ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക കുർസിയാസിക് റഷ്യൻ ലാംഗ്വേജ് വിസ, ഇതിലൊക്കെ വന്നിട്ട് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് ആരെങ്കിലും നിങ്ങളെ പറയുകയാണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തട്ടിപ്പാണ്, തട്ടിപ്പിൻ്റെ അങ്ങേയറ്റമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പോയി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രം ഓരോ ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഞാനിത് പറയുന്നതൊക്കെ കാരണം എനിക്കെതിരെയും പല ആൾക്കാരും ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കമൻറ്റും മോശമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം ആരും പറ്റിക്കപ്പെടരുത് ഇവിടെ വന്നിട്ട് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. കാരണം ഇതൊക്കെ കാണുമ്പം വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ എന്നിരുന്നാലും ഓക്കെ, ബൈ.